അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിന്റെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഓരോ ഭാരതീയനെ സംബന്ധിച്ചും അഭിമാന നിമിഷം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി എന്നതാണ്. അതും സാമ്രാജ്യത്വ ആധിപത്യത്തിനെതിരെ പോരാടിയ സാന്താൾ ഗോത്രവിഭാഗത്തിലെ പിന്മുറക്കാരി. ദ്രൗപദി മുർമുവിൻ്റെ പ്രഥമ പൗര സ്ഥാനലബ്ധി ചരിത്രത്തിൻ്റെ നിയോഗം തന്നെയാണ്. ഈ വരവിനെ അത്ഭുതത്തോടെ, അതിനേക്കാൾ ആദരവോടെ ഭാരതം കാണുന്നു. ഇന്ത്യക്കൊന്നാകെ, പ്രത്യേകിച്ചും ആദിവാസി ജനതയ്ക്ക് പുതിയ ഭൂമിയും പുതിയ ആകാശവും കൈവരികയാണ്. ദ്രൗപദി മുർമു രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ്. ഈ പദവിയിലെത്തുന്ന രണ്ടാമത്തെ വനിതയും. സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച് രാഷ്ട്രപതിയാവുന്ന ആദ്യ വ്യക്തിയെന്ന പ്രത്യേകതയും ശ്രീമതി മുർമുവിന്റെ കാര്യത്തിലുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തുകൊണ്ട് ദ്രൗപദി മുർമു ചെയ്ത പ്രസംഗം ഈ പരമോന്നത പദവിയിലെത്തിയിരിക്കുന്നതിന്റെ പ്രാധാന്യത്തിനെ വിളിച്ചോതുക മാത്രമല്ല, രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് തിളക്കം കൂട്ടുന്നതുമാണ്. ഭാരതത്തിലെ ഒരു സാധാരണക്കാരന് ഏത് പരമോന്നത പദവിയും സ്വപ്നം കാണാൻ മാത്രമല്ല, അതിൽ എത്തിച്ചേരാനും കഴിയുമെന്നതിന്റെ തെളിവാണ് തന്റെ സ്ഥാനലബ്ധിയെന്നാണ് ശ്രീമതി മുർമു പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥാനലബ്ധിയിൽ പാവപ്പെട്ടവരുടെ അനുഗ്രഹമുണ്ടെന്നും ദളിതരും ദരിദ്രരും പിന്നാക്ക വിഭാഗക്കാരും എന്നിങ്ങനെ വർഷങ്ങളായി വികസനമെത്താത്ത ജനവിഭാഗങ്ങൾ സ്വന്തം പ്രതിനിധിയായാണ് തന്നെ കാണുന്നതെന്നും ദ്രൗപദി മുർമു പറയുമ്പോൾ ചിത്രം വ്യക്തമാണ്. സ്വതന്ത്ര ഭാരതത്തിലെ പൌരന്മാരിൽ സ്വാതന്ത്ര്യസമര സേനാനികൾ അർപ്പിച്ച പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട് എന്ന ശ്രീമതി മുർമുവിന്റെ വാക്കുകളിൽ ഉന്നതമായ ലക്ഷ്യബോധം പ്രകടമാണ്. ഒന്നാം സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവത്തിനു മുൻപ് തന്നെ സാമ്രാജ്യത്വ ആധിപത്യത്തിനെതിരെ കലാപം ചെയ്ത സാന്താൾ ഗോത്രവിഭാഗത്തിലെ പിന്മുറക്കാരിയായ മുർമുവിന്റെ പ്രഥമ പൌര സ്ഥാനലബ്ധി ചരിത്രത്തിന്റെ നിയോഗം തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്ന നിലയ്ക്ക് വരും നാളുകളിൽ ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. 75 വർഷം മുതൽ 100 വർഷം വരെയുള്ള അമൃതകാലത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ പൌരന്മാരെക്കുറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു. എല്ലാ മേഖലയിലും ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെ കാണുകയാണ്. കൊറോണ മഹാമാരിയുടെ പ്രതിസന്ധിയെ ചെറുക്കുന്നതിൽ ഇന്ത്യ പ്രകടിപ്പിച്ച കഴിവ് ലോകമെമ്പാടും ഇന്ത്യയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ ഇന്ത്യ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല, ലോകത്തെ സഹായിക്കുകയും ചെയ്തു. ആഗോള സാമ്പത്തിക സുസ്ഥിരത, തടസ്സമില്ലാത്ത വിതരണ ശൃംഖല, സമാധാനം എന്നിവ ഉറപ്പാക്കുന്നതിൽ രാജ്യാന്തര സമൂഹത്തിന് ഇന്ത്യയിൽ നിന്ന് വലിയ പ്രതീക്ഷയുണ്ട്. ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ എല്ലാവരുടെയും പരിശ്രമം വേണം. അത് നിറവേറ്റേണ്ടത് എല്ലാവരുടെയും കടമയുമാണ്. രാജ്യത്തിന്റെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ രാംനാഥ് കോവിന്ദ് വരെയുള്ള പ്രമുഖർ ഈ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ഈ പദവിക്കൊപ്പം ഈ മഹത്തായ പാരമ്പര്യത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള ഉത്തരവാദിത്തവും രാജ്യം ഏൽപ്പിച്ചത് അഭിമാനകരമാണ് എന്ന് രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ പാരമ്പര്യവും ചരിത്രവും മറക്കരുതെന്ന് പറഞ്ഞ അവർ, ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും പിന്തുണയും തന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിറവേറ്റുന്നതിൽ വലിയ ശക്തിയാകുമെന്നും കൂട്ടിച്ചേർത്തു. രാജ്യചരിത്രത്തിൽ മികച്ച സംഭാവന നൽകിയ നേതാക്കളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. ഇന്ത്യ എല്ലാവരുടേതുമാണെന്ന സന്ദേശത്തിനായിരുന്നു പ്രസംഗത്തിൽ ഊന്നൽ. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതെന്ന് അവർ പറഞ്ഞു. മുന്നോട്ടുള്ള കുതിപ്പിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള അവബോധവും പ്രധാനമാണെന്ന് ശ്രീമതി മുർമു ഓർമ്മിപ്പിച്ചപ്പോൾ സദസ്സ് കൈയടിച്ച് പിന്തുണ നൽകി. ജനസേവനത്തിലൂടെ മാത്രമാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയതെന്ന്
പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ കവി ഭീം ഭോയ്ജിയുടെ കവിതാശകലം ഉദ്ധരിച്ച് രാഷ്ട്രപതി പറഞ്ഞു. ലോകക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതാണ് സ്വന്തം താൽപര്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ മഹത്തരം എന്നാണ് കവി പാടിയത്. ലോകക്ഷേമമെന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി തന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് അനുഗുണമായും പൂർണ്ണമായ അർപ്പണബോധത്തോടെയും പ്രവർത്തിക്കാൻ സദാ സന്നദ്ധയായിരിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാത്രവുമല്ല, പരിസ്ഥിതി സ്നേഹത്തിന്റെ പ്രാധാന്യം ആദ്യ പ്രസംഗത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രതിബദ്ധത ഒരിക്കൽ കൂടി വ്യക്തമാക്കി. പ്രകൃതിയെയും വന്ന വഴികളെയും മറക്കരുതെന്ന് ശ്രീമതി ദ്രൗപദി മുർമു പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. സുസ്ഥിര പ്രപഞ്ചത്തെക്കുറിച്ച് ലോകം വാചാലമാകുമ്പോൾ ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെയും സുസ്ഥിര ജീവിതശൈലിയുടെയും പ്രാധാന്യം കൂടുതൽ വെളിവാകുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഗോത്ര പാരമ്പര്യത്തിലാണ് ജനിച്ചത്. ജീവിതത്തിലുടനീളം വനങ്ങളുടെയും ജലാശയങ്ങളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. പ്രകൃതിയിൽ നിന്ന് ആവശ്യമായത് സ്വീകരിക്കുകയും തുല്യ ബഹുമാനത്തോടെ പ്രകൃതിയെ സേവിക്കുകയും വേണം. ഈ സംവേദനക്ഷമത ഇന്ന് ആഗോള അനിവാര്യതയാണ്. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഇന്ത്യ ലോകത്തിന് മാർഗദർശനമേകുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് രാഷ്ട്രപതി വ്യക്തമാക്കിയത്. രാജ്യം അർപ്പിച്ച വിശ്വാസമാണ് ശക്തിയെന്നും ദരിദ്രനും സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും തെളിഞ്ഞു. പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് ഒരു സ്വപ്നമായിരുന്നുവെന്നും നിങ്ങളുടെ ഭാവിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ രാജ്യത്തിന്റെ ഭാവിയുടെ അടിത്തറ പാകുക എന്നാണ് യുവാക്കളോട് പറയാനുള്ളതെന്നും രാഷ്ട്രപതി എന്ന നിലയിൽ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും രാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രപതിയുടെ സ്ഥാനാരോഹണം ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. അത് ഇനിയും രാജ്യം ഉയർത്തിപ്പിടിക്കും. അടിസ്ഥാന വർഗത്തിന്റെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും സ്വാതന്ത്ര്യസമര സേനാനികളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ പ്രയത്നിക്കുമെന്നും ശ്രീമതി ദ്രൗപദി മുർമു പറഞ്ഞു. मेरे इस निर्वाचन में देश के गरीब व का आशीर्वाद शामिल है. देश की करोड़ों महिलाओं और बेटियों के सपनों और सामर्थ्य की झलक है. मेरे इस निर्वाचन में पुराने लीग से हटकर नए रास्ते पर चलने वाले भारत के आज के युवाओं का साहस भी शामिल है. ऐसे प्रगतिशील भारत का नेतृत्व करते हुए आज मैं खुद को गौरवान्वित महसूस कर रही हूँ. തിങ്കളാഴ്ച രാവിലെ 10:15 പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിലാണ് ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാം രാഷ്ട്രപതിയായി അധികാരമേറ്റത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് NV രമണ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं द्रौपदी मुर्मू ईश्वर की शपथ लेता हूँ कि मैं श्रद्धापूर्वक भारत के राष्ट्रपति के पद का कार्यपालन करूंगी तथा अपनी पूरी योग्यता से संविधान और विधि का परिरक्षण संरक्षण और प्रतिरक्षण करूंगी और मैं भारत की जनता की सेवा और कल्याण में निरत रहूंगी. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മന്ത്രിമാർ, MP-മാർ, സേനാ മേധാവിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിദേശ രാഷ്ട്ര പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജലസംരക്ഷണത്തിനായി നിരവധി കാര്യങ്ങളാണ് രാജ്യം ഇതിനോടകം നടപ്പാക്കിയത്. ഇപ്പോഴിതാ രാജ്യത്തെ ആദ്യത്തെ ഹർഘർ ജൽ സർട്ടിഫൈഡ് ബഹുമതി മധ്യപ്രദേശിന് സ്വന്തം. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയാണ് നേട്ടം സ്വന്തമാക്കിയത്. പ്രദേശത്തെ പൗരന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശ്രദ്ധേയമായ നേട്ടത്തിന് ബുർഹാൻപൂരിലെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങളെന്നാണ് പ്രധാനമന്ത്രി ഈ നേട്ടത്തിന് നൽകിയ ആശംസ. ജനങ്ങൾക്കിടയിൽ ഒരു കൂട്ടായ മനോഭാവവും ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജൽ ജീവൻ മിഷൻ ടീമിന്റെയും മധ്യപ്രദേശ് ഗവൺമെന്റിന്റെയും ദൌത്യ രൂപത്തിലുള്ള ശ്രമങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ജില്ലയിലെ ആദ്യ സർട്ടിഫൈഡ് ഹർ ഘർ ജൽ ജില്ലയെ
ദഖിന്റെ ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭകൾ പാസാക്കിയ പ്രമേയത്തിലൂടെ ബുർഹാൻപൂരിലെ 254 ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹർ ഘർ ജൽ ജില്ലയാക്കി മാറ്റി. എന്നാൽ വീടുകളിൽ കാര്യമായി ജലമെത്തിക്കാൻ, പ്രത്യേകിച്ചും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത്. വീടുകൾ മാത്രമല്ല, സ്കൂളുകൾ, അങ്കണവാടികൾ, മറ്റ് ഓഫീസുകൾ എന്നിവിടങ്ങളിലും കൃത്യമായി ശുദ്ധജലം എത്തിച്ചു. മാത്രമല്ല, അതനുസരിച്ച് ഗ്രാമങ്ങളിലെ എല്ലാ ആളുകൾക്കും ടാപ്പുകളിലൂടെ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും എല്ലാവർക്കും ഇത് ലഭ്യമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ജൽ ജീവൻ മിഷൻ 2019 ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമങ്ങളിലെ മിക്ക വീടുകളിലും ശുദ്ധജലം കിട്ടാക്കനിയായിരുന്നു. 35 മാസങ്ങൾ കൊണ്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പാക്കിയിരിക്കുന്നു. എല്ലാ വീടുകളിലും പൈപ്പ് വെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ഹർ ഘർ നൽ സേ ജൽ. 2022-2023 സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതു ബജറ്റിൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്കായി 60,000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണ് വീടുകളിൽ കുടിവെള്ളം നൽകുക എന്നതെന്ന് ഈ സുപ്രധാന വിഹിതം എടുത്തു കാണിക്കുന്നു. 2019 കേന്ദ്ര ഗവൺമെന്റ് ജൽ ജീവൻ മിഷൻ ആരംഭിച്ചത്. ഈ കേന്ദ്ര പദ്ധതിയുടെ കീഴിൽ നൽ സേ ജൽ പദ്ധതി നടപ്പാക്കുന്നു. സ്കൂളുകൾ, അങ്കണവാടികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് കെട്ടിടങ്ങൾ തുടങ്ങിയ ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ടാപ്പ് ജലവിതരണമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2019 പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഏകദേശം 3.23 കോടി കുടുംബങ്ങൾക്ക്, അതായത് 17% ടാപ്പ് വാട്ടർ കണക്ഷനുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെയാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കുന്നത്. 2024 എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായ കവറേജ് പൂർത്തിയാക്കാനാണ് മോദി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. 3.60 ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവിനായി സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ 2.08 ലക്ഷം കോടി രൂപയും സർക്കാരിന്റെ വിഹിതമാണ്. രാജ്യത്തെ 8.7 കോടി കുടുംബങ്ങളെ ഇതുവരെ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയതായി പൊതു ബജറ്റിന്റെ അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇതിൽ 5.5 കോടി കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷത്തിനിടെ പരിരക്ഷ ലഭ്യമായതായും ധനമന്ത്രി പറഞ്ഞു. വരുന്ന സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പ്രകാരം 3.8 കോടി കുടുംബങ്ങൾക്ക് കൂടി കുടിവെള്ളം നൽകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതിക്ക് കീഴിൽ പൈപ്പ് വെള്ള കണക്ഷനുകളുടെ 100% കവറേജ് ഇതിനോടകം നേടിയിട്ടുണ്ട്. ഗോവ, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ഹരിയാന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. സർക്കാർ കണക്കുകൾ പ്രകാരം 8.33 ലക്ഷം സ്കൂളുകളിലും 8.75 ലക്ഷം അങ്കണവാടി കേന്ദ്രങ്ങളിലും വീടുകളിൽ ടാപ്പ് ജല വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. MSME മേഖലയും സ്വയം പര്യാപ്തതയും ഇന്ത്യയുടെ ജീവരേഖയാണെന്ന് രാജ്യം ഇതിനോടകം വ്യക്തമാക്കിയതാണ്. രാജ്യത്തെ MSME മേഖല ശക്തമാകേണ്ടത് വളരെ പ്രധാനമായതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാർ നിരവധി തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജ്ഞാൻ ഭവനിൽ ഉദ്യമി ഭാരത പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ്. ग्लोबल मार्केट में भी MSME उद्योग देश का परचम और ऊंचा लहराए, इसके लिए निरंतर प्रोत्साहन दिया जा रहा है. इसी दिशा में फर्स्ट टाइम MSME एक्सपोर्टर्स, इनके लिए इनिशिएटिव लिए गए हैं. आर्थिक मदद हो, सर्टिफिकेशन से जुड़ी मदद हो, ये सुविधाएं एक्सपोर्ट प्रोसेस को फर्स्ट टाइम एक्सपोर्ट के लिए और आसान बनाएगी. और मैं तो चाहूंगा कि हमारे अधिकतम लोग ग्लोबल मार्केट की तरफ नजर करें. आप ये चिंता मत कीजिए कि आपकी फैक्ट्री बहुत छोटी है, आप चीज बहुत छोटी है, चिंता मत कीजिए. आप खोजते रहिए, दुनिया में कोई तो होगा जो इसके इंतजार में होगा. और मैंने तो मेरे मिशन को भी कहा है विदेश विभाग में कि अब विदेश विभाग डिप्लोमेटिक जो काम करते आए हैं करें, लेकिन 3 चीजें उनको करनी ही पड़ रही है. हर मिशन को मैंने कहा है, मैं मिशन का मूल्यांकन 3 बातों को जोड़ करके करूंगा. एक, ट्रेड, दूसरा टेक्नोलॉजी और तीसरा टूरिज्म. अगर आप उस देश में भारत के प्रतिनिधि है
വികസനത്തിന്റെ നേട്ടങ്ങളിൽ എല്ലാവരെയും പങ്കാളികളാക്കുക, എല്ലാവരുടെയും പുരോഗതി സുഗമമാക്കുക എന്നതാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. MSME മേഖലയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനായി സർക്കാർ നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കോടിക്കണക്കിന് ആളുകൾക്കാണ് ഉപകാരപ്പെട്ടത്. ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ പുതിയ ഫീച്ചറുകളും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. പദ്ധതിയിൽ സമയപരിധി നീട്ടിയതിനൊപ്പം ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. നിർമ്മാണ യൂണിറ്റുകൾക്കുള്ള പരമാവധി പദ്ധതി ചെലവ് 25 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായും സർവീസ് യൂണിറ്റുകൾക്ക് നിലവിലുള്ള 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ നിക്ഷേപകരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കും. സ്വയം പര്യാപ്ത ഇന്ത്യയുടെ നട്ടെല്ലാണ് MSMEകൾ. രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും പുതിയ വിപണികൾ കണ്ടെത്തുന്നതിന് ഉൽപ്പന്നങ്ങളെ പ്രാപ്തമാക്കാനും രാജ്യത്തെ MSME മേഖല കരുത്തോടെ നിൽക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ മേഖലയുടെ അപാരമായ സാധ്യതകൾ കണക്കിലെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും പുതിയ നയങ്ങൾക്ക് രൂപം നൽകുന്നതും. MSME മേഖലയ്ക്ക് ഊർജം പകരുന്നതിനുള്ള സുപ്രധാന സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ഉദ്യമി ഭാരത് പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വിജ്ഞാൻ ഭവനിൽ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ചടങ്ങിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ പ്രകടനത്തിലെ ഉയർത്തെഴുന്നേൽപ്പും വേഗതയും, MSMEയിലെ ആദ്യ കയറ്റുമതിക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കൽ പദ്ധതിയും തൊഴിൽ സൃഷ്ടിക്കൽ പരിപാടിയുടെ പുതിയ സവിശേഷതകളും ഉദ്ഘാടനം ചെയ്തു. ലെ PM-EGPയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം പ്രധാനമന്ത്രി ഡിജിറ്റലായി കൈമാറി. കൂടാതെ MSME ഐഡിയ ഹാക്കത്തോൺ 2022ന്റെ ഫലങ്ങളും പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ 2022ലെ ദേശീയ MSME പുരസ്കാരങ്ങളും സ്വാശ്രയ ഇന്ത്യ ഫണ്ടിൽ 75 MSMEകൾക്ക് ഡിജിറ്റൽ ഇക്വിറ്റി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഡിജിറ്റൽ രംഗത്ത് അതിവേഗമുള്ള പരിണാമത്തിന് വിധേയമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 3Gയിൽ നിന്ന് 4Gയിലേക്കും ഇപ്പോൾ 5Gയിലേക്കും കാലെടുത്ത് വയ്ക്കുകയാണ്. സ്പെക്ട്രം ലേലം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴിതാ BSNLന്റെ പുനരുജ്ജീവനത്തിന് 1.64 ലക്ഷം കോടി രൂപ പാക്കേജ് അനുവദിച്ചുകൊണ്ട് കേന്ദ്രം മറ്റൊരു ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നു. BSNLന്റെ പുനരുജ്ജീവനത്തിനായുള്ള 1.64 ലക്ഷം കോടി രൂപ പാക്കേജിൽ BSNL സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കമ്പനിയുടെ ഫൈബർ ശൃംഖല വർദ്ധിപ്പിക്കുന്നതടക്കമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BSNL 5G സർവീസിനായി സ്പെക്ട്രം സംവരണം ചെയ്യും. പദ്ധതിക്ക് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി ടെലികോം മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. BSNL भारत संचार निगम लिमिटेड के रिवाइवल के लिए 1,64,000 यानी 1,64,000 करोड़ का पैकेज अप्रूव हुआ है. പുതിയ പ്രഖ്യാപനം BSNL സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും കമ്പനിയുടെ ഫൈബർ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനുമാണ്. പുനരുജ്ജീവന പാക്കേജ് 4 വർഷത്തേക്കാണ്. ആദ്യ 2 വർഷങ്ങൾ കൊണ്ട് നവീകരണം പൂർത്തിയാക്കും. കൂടാതെ ഭാരത് ബ്രോഡ്ബാൻഡ് നിഗം ലിമിറ്റഡിനെ BSNLുമായി ലയിപ്പിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ 5G സ്പെക്ട്രം ലേലത്തിനും വൻ മുന്നേറ്റമുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ ലേല നടപടികൾ പൂർത്തിയായപ്പോൾ 4 കമ്പനികൾ ചേർന്ന് 1.49 ലക്ഷം കോടി രൂപയുടെ ലേലം വിളിച്ചതായി ടെലികോം മന്ത്രാലയം അറിയിച്ചു. ആകെ 9 റൌണ്ട് ലേലം വിളിയാണ് 2 ദിവസങ്ങളിലായി നടന്നത്. ആദ്യ ദിനം ലഭിച്ചത് 1.45 ലക്ഷം കോടി രൂപയുടെ ലേലമായിരുന്നു. 8,000 കോടി രൂപയെന്ന പ്രതീക്ഷിച്ച തുകയെ മറികടക്കുന്നതായിരുന്നു ഇത്. 700 മെഗാഹെർട്സ് ബാൻഡിലാണ് ലേലം വിളി കൂടുതൽ നടന്നത്. ആദ്യ ദിനം മിഡ് ഫ്രീക്വൻസി ബാൻഡും ഹൈ ഫ്രീക്വൻസി ബാൻഡിനുമായിരുന്നു ആവശ്യക്കാർ കൂടുതൽ. എന്നാൽ രണ്ടാം ദിനത്തിൽ ലോ ഫ്രീക്വൻസി ബാൻഡിനായിരുന്നു ആവശ്യം. ജനസാന്ദ്രതയുള്ള മേഖലകളിൽ മികച്ച കവറേജ് ലഭിക്കാൻ ലോ ബാൻഡിൽ ഉൾപ്പെടുന്ന 700 മെഗാഹെർട്സാണ് കൂടുതൽ അനുയോജ്യം. 4.3 ലക്ഷം കോടി രൂപയുടെ 72 ഗിഗാഹെർട്സ് എയർവേവുകളാണ് ലേലത്തിനുള്ളത്.
ഏതായാലും വയർലെസ് വിവരവിനിമയത്തിന്റെ 5ാം തലമുറ സാങ്കേതിക വിദ്യകളെയാണ് 5G എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. ഇത്രയും നാൾ Mbps വേഗമാണ് കണക്കിലെടുത്തിരുന്നത്. എങ്കിൽ 5Gയിലേക്ക് എത്തുമ്പോൾ അത് Gbpsലേക്ക് മാറും. വിവര കൈമാറ്റത്തിന് വേഗം വർദ്ധിക്കും. ആളുകൾ തമ്മിലും യന്ത്രങ്ങൾ തമ്മിലും ആളുകളും യന്ത്രങ്ങളും തമ്മിലുമുള്ള വിവര കൈമാറ്റം 5G ഇന്നുള്ളതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിലാക്കും. ഇന്നുള്ള ലോകക്രമത്തിൽ തന്നെ അടിമുടിയുള്ള മാറ്റങ്ങൾ 5Gയുടെ വരവോടുകൂടി സംഭവിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിൽ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചുവരുന്ന ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനമാണ് കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി അഥവാ സിഫ്റ്റ്. 5 പതിറ്റാണ്ടായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടമരങ്ങളും ചെറിയ നാടൻ വള്ളങ്ങളുമൊക്കെയായി മത്സ്യബന്ധനം നടത്തി വന്നിരുന്ന 1950-60 കാലഘട്ടത്തിലാണ് ഇന്ത്യൻ മത്സ്യബന്ധന മേഖലയിലെ തികച്ചും അശാസ്ത്രീയമായ അവസ്ഥ മാറ്റിയെടുക്കുന്നതിനായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയിൽ സ്ഥാപിതമാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1957 ഏപ്രിൽ 29-ന്. 1967 ഈ സ്ഥാപനം ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന് കീഴിലായി. കഴിഞ്ഞ 5 ദശാബ്ദക്കാലമായി നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുവരുന്നു. CIFTയിലെ റിസർച്ച് ഗവേഷണം 7 ഡിവിഷനുകളുടെ കീഴിലാണ്. അതായത് ഫിഷിംഗ് ടെക്നോളജി ഡിവിഷനിൽ മത്സ്യബന്ധന മേഖലയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമ്മൾക്ക് മത്സ്യോൽപാദനം എങ്ങനെ അതായിരുന്നു നമ്മളുടെ ഉദ്ദേശം. പക്ഷേ മത്സ്യ ഉൽപാദനം കൂടി തുടങ്ങിയപ്പോൾ നമ്മൾ കൺസർവേഷനിലേക്ക് കടന്നു. എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ മത്സ്യത്തെ പിടിക്കുക, റെസ്പോൺസിബിൾ ഫിഷിങ്ങിലായി നമ്മളുടെ ശ്രദ്ധ. അപ്പോൾ റെസ്പോൺസിബിൾ ഫിഷിംഗ് മെത്തേഡ്സിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു CIFT. അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയാണ് എനർജി കൺസർവേഷൻ നടത്തുക ഫിഷിംഗ് സെക്ടറിൽ, അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് CIFTയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനം മുതൽ അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി ഗുണമേന്മ നഷ്ടപ്പെടാതെ ആഭ്യന്തര വിദേശ വിപണികളിൽ എത്തിക്കുന്നതടക്കം നീളുന്നതാണ് ഇതിന്റെ പ്രവർത്തന മണ്ഡലം. ഫിഷ് പ്രോസസ്സിംഗ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാനേജ്മെന്റ്, ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ, എഞ്ചിനീയറിംഗ് തുടങ്ങി 7ഓളം വ്യത്യസ്ത വിഭാഗങ്ങൾ ഇതിനായി ഇവിടെ പ്രവർത്തന സജ്ജമാണ്. മത്സ്യസംബന്ധമായതും അനുബന്ധ വസ്തുക്കളുടെയും ലബോറട്ടറി ടെസ്റ്റിംഗും ഇവിടെ നടത്തിവരുന്നു. മത്സ്യസമ്പത്ത് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന പ്രോട്ടീൻ റിച്ച്, വൈറ്റമിൻ റിച്ച്, മിനറൽ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ലൈപ്പിഡ്സ് ഏറ്റവും കൂടുതലുള്ള ഭക്ഷ്യ പദാർത്ഥം തന്നെയാണ് മത്സ്യം. അതിന് യാതൊരു സംശയമില്ല. നോൺ വെജ് കഴിക്കുന്നവർക്ക് റെഡ് മീറ്റിനെ അപേക്ഷിച്ച് ഹെൽത്തി ഫുഡായിട്ടും ഹെൽത്തി പ്രോട്ടീനായിട്ടും ഉപയോഗിക്കാവുന്നത് മത്സ്യം തന്നെയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മത്സ്യത്തിലാണെങ്കിൽ ലൈപ്പിഡ്സ് എല്ലാം ഒമേഗ ഫാറ്റി ആസിഡ് പോലുള്ള നല്ല ലൈപ്പിഡ്സാണ്. വൈറ്റമിൻ D ഉണ്ട് കണ്ടമാനം, വൈറ്റമിൻ B12 ഉണ്ട്. പിന്നെ പ്രോട്ടീൻ റിച്ച് മാത്രമല്ല മിനറൽ റിച്ചും കൂടിയാണ്. മിനറൽസ് മെയിനായിട്ട് കാൽസ്യം, ഫോസ്ഫറസ്, അയഡിൻ ആണെങ്കിൽ നമുക്കൊക്കെ അറിയാം തൈറോയിഡിന് വളരെ നല്ലതാണ്. തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങൾ വളരെ കുറവാണ് മീൻ ഉപയോഗിക്കുന്നവർക്ക്. പിന്നെ സിങ്ക് പോലുള്ള മിനറൽസ് വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും നല്ലതാണ്. പിന്നെ ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്ക് പോലും മീൻ വളരെ നല്ലതാണ്. പോഷകഗുണങ്ങളുള്ളത് മത്സ്യത്തിനാണെന്ന് മനസ്സിലായി. അതിനുശേഷം കുടുംബത്തിൽ കൂടുതലായിട്ട് മത്സ്യമാണ് ഞങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നത്. അതിന് കാരണം മാംസാഹാരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് കൂടുതലുള്ളത് കൊണ്ട് അത് നമ്മൾക്ക് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും മത്സ്യത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് അത് ഗുണകരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് ഞങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കൊച്ചി സിഫ്റ്റിന് കീഴിൽ ഗുജറാത്തിലെ വെരാവലിലും മുംബൈയിലും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തും പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നു. മത്സ്യം എങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാം, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ചിന്താഗതി മത്സ്യത്തെ എങ്ങനെ മിഡ് ഡേ മീലിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മളുടെ ഭാവി തലമുറ കുട്ടികളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മിഡ് ഡേ മീലിൽ ഈ മത്സ്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചമുണ്ടാകും. ISO 9001-2008, NABL അക്രഡിറ്റേഷൻ, ISO 17025 എന്നീ അംഗീകാരങ്ങളും
തുടർച്ചയായി 2 ടേമുകളിൽ ICARന്റെ സർദാർ പട്ടേൽ അവാർഡുകളും സിഫിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നിരവധി ശാസ്ത്രജ്ഞന്മാർക്ക് ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അമൃതഭാരതത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.